ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗ്നൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റിനോവേറ്റഡ് ലിവിംഗ് റൂമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സോഫ വരുന്നത്. നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് സോഫയും 2 സിംഗിൾ സീറ്റർ സോഫയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളിതൊരു ലൈറ്റ് ക്രീം കളറും പിങ്കിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര പ്ലസൻറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സോഫ അറേഞ്ച് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. നടുവിലായിട്ട് നമ്മളൊരു ടീപ്പോയ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പോളിഷ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കർവി ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴെ മാഗസീൻസും എല്ലാം വെക്കാൻ കംഫർട്ടബിൾ ആണ്. നല്ലൊരു കൺവെർസേഷൻ നടത്താൻ പറ്റിയൊരു സ്പേസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബാക്കിലേക്ക് നമ്മുടെ ഹൈലൈറ്റിംഗ് വോളാണ് ഇത്. ഈ ഒരു സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു ബ്രിക്കായിരുന്നു കംപ്ലീറ്റ് വോളിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിലൊരു ഭാഗത്ത് പ്ലൈ കൊടുത്തു. പ്ലൈയെ ഒരു ഡിസ്റ്റൻസ് വിട്ട് വെച്ചിട്ട് അതിന് ബാക്ക് ലൈറ്റ് കൊടുത്തു. ഈ പ്ലൈൻ്റെ മേലെ നമ്മൾ വാൾപേപ്പറാണ് ചെയ്തിട്ടുള്ളത്. ഈ വാൾപേപ്പറിന് നമ്മൾ മെറ്റൽ സ്ട്രിപ്പ് ഇടയ്ക്കിടയ്ക്കായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ മെറ്റൽ സ്ട്രിപ്പ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വോൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ടെക്സ്ചർ പെയിൻറ്റിലാണ് ഇവിടെ ഒരു ബ്രിക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് ഈ ഒരു ബ്രിക്കിൻ്റെയും ഈ ഒരു വാൾപേപ്പറിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് അതിനൊരു ഹൈലൈറ്റിംഗ് വോളായിട്ട് നമുക്ക് ഒരു ഭംഗി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോ നമ്മൾ ഡബിൾ ലെയർ കേർട്ടൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ഷിയർ കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മെയിൻ കേർട്ടനും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഒരു സൂത്തിങ് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു കട്ടിങ് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കടന്നു വരുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂവേർഡ് വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു പോളിഷ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ക്ലോക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഹൈലൈറ്റിംഗ് വോളാണ്. ഒന്നിന് ഞാൻ ക്ലോക്ക്, മിറർ അല്ലെങ്കിൽ പെയിന്റിങ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്ലോറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്ലോറാണ്. ഇത് ഒരു മാർബിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മാർബിളിന് ഫുൾ ഒന്ന് പോളിഷ് ചെയ്തിട്ട് അതിനെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത് പണ്ടത്തെ ഗ്ലോ ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോണായിട്ടുള്ള ഈ ഒരു ആർച്ചും ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റോണൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അതിന് ആ ഒരു ഭംഗി വീണ്ടും തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവിങ് ആൻഡ് ഡൈനിങ് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഡൈനിങ് സ്പേസിലും ആ ചെയറിനൊക്കെ സെയിം ഈ ഒരു പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചെയർസ് ആയിരുന്നു. നമ്മൾ അതിൻ്റെ പോൾസ്ട്രി ഒക്കെ മാറ്റി അതേപോലെ ഫുൾ പോളിഷ് ചെയ്തിട്ട് മാറ്റാണ് ചെയ്തത്. പിന്നെ ഡൈനിങ് ടേബിള് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഫുൾ ബോഡി ടൈലാണ് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു റണ്ണേഴ്സും കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി റണ്ണറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മളൊരു വാൾപേപ്പർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പിക്ചർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആ ഒരു പിക്ചർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പിക്ചർ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിലും നമുക്കൊരു വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഡബിൾ ലെയർ കേർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ റിനോവേറ്റഡ് സ്പേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.